ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ്. ചേട്ടൻ ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമ്മുടെ മോളുടെ കല്യാണത്തിന് പാചകം ചെയ്യാൻ വന്ന ആളുടെ കൂടെ തന്നെയാണ് ഞാൻ ഒളിച്ചോടി പോകുന്നത്. സുരക്ഷിതമായ കൈകൾ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒറ്റ നോട്ടത്തില് ഞാൻ വീഴായിരുന്നു. ചേട്ടനറിയാലോ, ഞാനങ്ങനെ ഒറ്റ നോട്ടത്തിൽ വീഴുന്ന ആളൊന്നല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ. പിന്നെ ഞങ്ങളെ അന്വേഷിച്ച് ഒരിക്കലും ഒരു മാട്ട ലോഡ്ജിൽ ഞങ്ങളെ അന്വേഷിച്ച് വരരുത്. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് പോയി ജീവിച്ചോളാം. പിന്നെ ഞങ്ങൾ എവിടെ അകലെ പോയി ജീവിച്ചോളാം. ഏതെങ്കിലും ഒരു മാട്ട ലോഡ്ജായാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞങ്ങളുടെ മോൾക്കാണെങ്കിൽ സ്വർണ്ണമൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പാരമ്പര്യ സ്വർണ്ണമൊക്കെ ഞങ്ങൾ എടുത്തേക്കുവാണ്. അപ്പൊ അവൾക്ക് പുതിയ സ്വർണം തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഇതെന്നാന്ന് വെച്ചാൽ ഇനി ഉമ്മ നോക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി ഉമ്മ നോക്കരുത് പ്ലീസ്. ഈ കൊച്ചിന്റെ ഭർത്താവ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം തീരുമാനിക്കണം. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങള്. ചേട്ടൻ എപ്പം ഇവളെ കാണണമെന്നുണ്ടെങ്കിലും ചേട്ടൻ അവിടെ വരാം. അന്നേരം ഞാൻ സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങ് ദൂരെയുള്ള കടയിൽ പൊക്കോളാം. ചേട്ടൻ ഏത് സമയത്തും അവിടെ വരാം. ഓക്കെ, ഞാനൊരു ഉമ്മ വരട്ടെ. ഇതാണ് എനിക്ക്